ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. ഇന്നായിരുന്നു എൻ്റെ IBPS ക്ലർക്ക് പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നത്. തേർഡ് ഷിഫ്റ്റ് ആയിരുന്നു. ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആയിരുന്നു. 1 PM റിപ്പോർട്ടിംഗ്, 2 PM ടു 3 PM ആണ് എൻ്റെ എക്സാമിന്. ഷിഫ്റ്റ് 3 ആണ്. അപ്പം അതിൻ്റെ എക്സാം അനാലിസിസ് ആണ്. എന്തൊക്കെയാണ് ഇന്നത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡീറ്റെയിൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത്. എൻ്റെ ഓർമ്മയിലുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ പറയുന്നുണ്ട്. അതേപോലെ എൻ്റെ അറ്റംപ്റ്റ് എത്രയായിരുന്നു എന്നുള്ള കാര്യങ്ങളും ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എക്സാം ടഫ് അല്ലായിരുന്നു. റീസണിങ് ഭയങ്കര എളുപ്പമായിരുന്നു. ഇംഗ്ലീഷും അത്യാവശ്യം എളുപ്പമായിരുന്നു. ന്യൂമറിക്കൽ എബിലിറ്റി മാത്രം അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടായിരുന്നത്. എനിക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. അത്ര ടഫായിട്ട്, അഥവാ ഈ 3 സെക്ഷനിൽ ടഫ് എന്ന് പറയാൻ ന്യൂമറിക്കൽ എബിലിറ്റി ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി രണ്ടും റീസണിങ് ഭയങ്കര എളുപ്പമായിരുന്നു. 35 ഔട്ട് ഓഫ് 35 അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഇതായിരുന്നു റീസണിങ് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് നോക്കാം. ഇന്നത്തെ എക്സാം ഉണ്ടായിരുന്നത് ഏത് പാറ്റേൺ വെച്ചാൽ ഫസ്റ്റ് ന്യൂമറിക്കൽ എബിലിറ്റി ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്നത് ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എന്നുള്ള രീതിയിലാണല്ലോ മോക്ക് ടെസ്റ്റ് പോവുക. പക്ഷേ ഇന്നത്തെ എക്സാം ഉണ്ടായിരുന്നത് ഫസ്റ്റ് സെക്ഷൻ ന്യൂമറിക്കൽ എബിലിറ്റി ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിരുന്നു റീസണിങ് ഉണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സീക്വൻസിൽ എക്സാം എഴുതുന്നത്. ഒന്നിക്കിൽ റീസണിങ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ന്യൂമറിക്കൽ എബിലിറ്റി ഫസ്റ്റ് വരുന്ന ഒരു മോക്ക് ടെസ്റ്റ് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കതൊരു പുതിയൊരു എന്താ പറയുക, ഫസ്റ്റ് ന്യൂമറിക്കൽ എബിലിറ്റി ചെയ്യുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം ന്യൂമറിക്കൽ എബിലിറ്റി എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയും എന്താ പറയുക, ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ന്യൂമറിക്കൽ എബിലിറ്റി. എൻ്റെ ഏരിയ എപ്പോഴും റീസണിങ് ആണ്. സോ അത് ആദ്യം വന്നപ്പം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ അറ്റംപ്റ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ബാക്കി രണ്ടെണ്ണത്തിനെ ബാധിക്കും എന്നൊക്കെ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഒരു ബാർ ഗ്രാഫ് ആയിരുന്നു. ഞാൻ ഓർഡറിലല്ല പോകുന്നത്, എന്നാലും ഒരു ഒരു ഓർമ്മയിൽ വെച്ചിട്ടാണ് പറയുന്നത്. ബാർ ഗ്രാഫ് ഒരു DI ആയിരുന്നു. അത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതൊരു ബിൽഡേഴ്സിന്റെ ABCD എന്ന് പറയുന്ന 4 ഗ്രാഫ് ആയിരുന്നു. 4 ബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിൽഡേഴ്സ് ആയിരുന്നു. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതായിരുന്നു ക്വസ്റ്റ്യൻ വായിച്ചപ്പം ഇതായിരുന്നു ഒരു ബാർ ഗ്രാഫ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് ഒരു ടേബിൾ ആയിരുന്നു. ടേബിൾ DI ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് LMBയും HMBയും തന്നിട്ടുണ്ടായിരുന്നു. ABCDന്റെ നമ്പർ ഓഫ് LMB, നമ്പർ ഓഫ് HMB തന്നിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സിമ്പിൾ DI ആയിരുന്നു. ഈ ടേബിൾ DI സിമ്പിൾ ആയിരുന്നു. ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ഞാൻ അതായത് ചെയ്യണോ വേണ്ടിയോ എന്ന് വെച്ചാൽ 4 ചെയ്തിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഐ തിങ്ക് 5 ചെയ്തിട്ടുണ്ട്. ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ 17 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18% ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 5 ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ റോങ് നമ്പർ സീരീസ് ഉണ്ടായിരുന്നു. റോങ് നമ്പർ സീരീസ് ആണോ മിസ്സിംഗ് നമ്പർ സീരീസ് ആണോ നമുക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഒരു മിസ്സിംഗ് നമ്പർ സീരീസ്, ഒരു റോങ്. ഇത് എൻ്റെ ഓർമ്മയിലും പിന്നെ വന്നിട്ടുള്ള അനാലിസിസും വെച്ചിട്ടാണ് ഞാൻ ഇത് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോങ് നമ്പർ സീരീസിൽ അതിൽ ഒന്ന് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് 3.5 ഉണ്ട്, പിന്നെ 7 ഉണ്ട്, പിന്നെ 21 ഉണ്ട്, പിന്നെ 84 ഉണ്ട്, പിന്നെ 84 എന്തോ ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഇത് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് × 2 ആണ്, ഇത് × 3 ആണ്, ഇത് × 4 ആണ്, ഇത് × 5 ആണ് ചെയ്യേണ്ടത്. അപ്പം ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 420 അല്ലേ വരാം. 20, 40, 420. അപ്പോൾ 420 മിസ്സിംഗ് നമ്പർ, റോങ് നമ്പർ അല്ല, മിസ്സിംഗ് നമ്പർ സീരീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 420 ആണ് ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സീക്വൻസ്, ഇത് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റത് എന്താണെന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ അർത്ഥമെറ്റിക് വേർഡ് പ്രോബ്ലംസ് 15 ചെയ്തിട്ടുണ്ടായിരുന്നു. 15 അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഏരിയ ഓഫ് എ സ്ക്വയർ തന്നിട്ടുണ്ട്, സോറി ഏരിയ ഓഫ് റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു 168 ആണോ, അങ്ങനെ എന്തോ 168 മറ്റാണ് തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ലെങ്ത് ഈസ് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സോറി. ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, ഡയമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ഹാഫ് ആണോ ഡബിൾ ആണോ എന്ന് തന്നിട്ടുണ്ട്. ഹാഫ് ആണെന്ന് തോന്നുന്നു, ഹാഫ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻസർ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, കുറച്ച് ആലോചിച്ചാൽ വരുമായിരിക്കും. പക്ഷെ ലാഗ് എടുപ്പിക്കേണ്ട. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നുണ്ടായിരുന്നത്, ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ. പിന്നെ
ഉണ്ടായിരുന്നത് ഏജ് ആണ്. ഏജ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏജും എയും ബിന്റെയും ഏജ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ ഏജ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ആവറേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആവറേജിൽ കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന് 9 പേഴ്സൺസിന്റെ അല്ലെങ്കിൽ 9 ഒബ്സർവേഷൻസിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 4 ഒബ്സർവേഷൻസിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 3 ഒബ്സർവേഷൻസിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. പിന്നെ ഒബ്സർവേഷൻ 5ഉം ഒബ്സർവേഷൻ 6ന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. റെസ്പെക്റ്റീവ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 6th ഒബ്സർവേഷൻ ഏതാണെന്നാണ് ചോദിക്കുക. ആ 6th ഒബ്സർവേഷന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. 77 മറ്റാണെന്ന് തോന്നുന്നു ആൻസർ. എന്തോ 11ന്റെ മൾട്ടിപ്പിൾ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതാണ് ഏതിന്റെ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. 77 ഏതിന്റെ ആൻസർ ആണ്. ഐ തിങ്ക് 77 ആണെന്ന് തോന്നുന്നു ആൻസർ. അങ്ങനെ എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ, അതൊരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പിന്നെ ഏജിന്റെ ആവറേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഒരു വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. എക്സിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെന്താണ്, സിംപ്ലിഫിക്കേഷൻ, 8 സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഏതോ 2 മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഉണ്ടായിരുന്നത്. സിംപ്ലിഫിക്കേഷൻ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ 8ഉം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം 8 ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കുഴപ്പമില്ലാത്ത സിംപ്ലിഫിക്കേഷൻ ആണ് ചോദിച്ചത്. വലിയ കുഴപ്പിക്കുന്ന സിംപ്ലിഫിക്കേഷൻ. അതിലൊരു ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 4/3 അങ്ങനെ എന്തോ ആണ് കിട്ടിയത്. 6 4/3 ആണ് ആൻസർ കിട്ടുക. പക്ഷെ ഓപ്ഷനിൽ 6 4/3 ഇല്ല. ഓപ്ഷനിൽ 6 2/3 ആണ് ഉള്ളത്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ 6 4/3, കാരണം മിക്സഡ് ഫ്രാക്ഷനിലാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ 6 4/3 ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിൽ 6 4/3 ഇല്ല, 6 2/3 ആണ് ഉള്ളത്. അപ്പൊ പെട്ടെന്ന് ഞാൻ വെച്ചാൽ എന്റെ കാൽക്കുലേഷൻ തെറ്റിയെന്നുണ്ട്. ഞാൻ ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി. അപ്പോഴും എനിക്ക് 6 4/3 ആണ് കിട്ടുന്നത്. എന്റെ കാൽക്കുലേഷൻ എവിടെയും തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. 6 4/3 ആണ് ആൻസർ വരാം. അപ്പൊ ഞാൻ ഓപ്ഷൻസ്, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കി. ഇത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പം ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആണ് ഉണ്ടായിരുന്നത്. ഒരു 7 1/3 അങ്ങനെ എന്തോ ആണ് ഓപ്ഷൻ. കാരണം ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് വരാം. കാരണം ഇത് 18 + 4 22/3 ആണ്. ഇതും 22/3 ആണ്. സോ ഇത് രണ്ടും സെയിം ആണ്. അപ്പം അത് കുറച്ച് കൺഫ്യൂഷൻ, അതായത് ബാക്കി ഓപ്ഷൻ നോക്കാണ്ട് 6 4/3 നോക്കാൻ പോയവർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എനിക്കത് കൺഫ്യൂഷൻ വന്നു. പക്ഷെ പെട്ടെന്ന് ഇത് അതായത് എന്തായാലും ഇതായിരിക്കില്ല എന്ന് ഉറപ്പിച്ചുവല്ലോ. കാരണം എന്റെ കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. സോ ഞാൻ അതല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ബാക്കി ഓപ്ഷൻസ് നോക്കി. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് അവരുടെ കാൽക്കുലേഷൻ തെറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ റീസണിങ്ങിൽ ഒരു അമളി പറ്റിയിട്ടുണ്ട്. അതും ഞാൻ പറയാം. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചു പോകും. അതാണോ ഇതാണോ എന്ന് തോന്നിപ്പോകുന്നൊരു ക്വസ്റ്റ്യൻ കൂടി റീസണിൽ ഉണ്ടായിരുന്നു. അപ്പം ന്യൂമറിക് എബിലിറ്റി ഇതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ന്യൂമറിക്കൽ എബിലിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത് 21 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത്. 21 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 25ന്റെ മുകളിൽ പോവില്ല. 20 to 25 തന്നെയാണ് എനിക്ക് ന്യൂമറിക്കൽ എബിലിറ്റി കിട്ടുക. പക്ഷെ ഇത് 21 അറ്റംപ്റ്റ് ഓക്കെ ആണ്, കുഴപ്പമില്ല. ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് 21 തന്നെ ആണോ എന്നൊരു സംശയം കൂടി ഉണ്ട്. ഞാൻ അത് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. അതെനിക്ക് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണം എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. എനിക്ക് അത് ആരോട് ചോദിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എനിക്ക് 21 ആണ്, അതായത് ആൻസേർഡിൽ കാണിച്ചത് 21 ആണ്. എനിക്ക് മാർക്കറ്റ് ഫോർ റിവ്യൂ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി പറയാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ലാസ്റ്റ് എൻ്റെ അറ്റംപ്റ്റ് ഒന്നുകൂടി പറയാം. ഇത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ. അപ്പൊ ഇതാണ് ന്യൂമറിക്കൽ എബിലിറ്റി. ഇനി സെക്കൻഡ് സെക്ഷനിൽ ഇംഗ്ലീഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് കംപ്രഹെൻഷൻ എനിക്ക് കുറച്ച് ലെങ്തി ആയിരുന്നു. ലെങ്തി എന്നല്ല, പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥ പോലെ, ഒരു ഷിപ്പിന്റെ കഥയാണ്. ഷിപ്പ് റിലേറ്റഡ് ആണ് ഉണ്ടായിരുന്നത്. ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആൾക്കൊരു ഷിപ്പ്, ആ ആളൊരു ആർമി, എന്താണ്, നേവി ഓഫീസറാണ്. അപ്പൊ ആ വ്യക്തിയുടെ ഷിപ്പാണ്. ആ ഷിപ്പ് യൂസ് ചെയ്തിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എന്തോ ചെയ്യുന്നത്. അത് ഞാൻ റീഡിങ് കംപ്രഹെൻഷൻ വായിച്ചിട്ടില്ല, മൊത്തം പാരഗ്രാഫ് വായിച്ചിട്ടില്ല. ഞാൻ എന്താ പറയാ,
ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ റിലേറ്റഡ് ആയിട്ട് കീവേഡ് റീഡിംഗ് കംപ്രഷനിൽ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മൊത്തം വായിക്കാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല. സോ റീഡിംഗ് കംപ്രഷൻ ഉണ്ടായിരുന്നു. ഷിപ്പ് റിലേറ്റഡ് ആയിരുന്നു. 9 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 9 ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ റീഡിംഗ് കംപ്രഷൻ മൊത്തം വായിക്കാത്തതുകൊണ്ട് തപ്പി 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 കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എനിക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻകറക്റ്റ് ആണോ, അതായത് 3 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, 3 ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് തെറ്റ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ട്രൂ ഓർ ഫാൾസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇൻറ്റു ആണ് ഞാൻ കൊടുത്തത്. ഇൻറ്റു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനത് വായിച്ചു നോക്കിയിട്ടേ ഇല്ല. ഞാൻ പെട്ടെന്ന് ഇൻറ്റു ആണെന്ന് അത് ഏതാണ് ഇതല്ലാന്ന് തോന്നി. ഇതിലല്ല. സിംഗിൾ ഫില്ലേഴ്സിലാണ് ഞാൻ ഇൻറ്റു കൊടുത്തത്. ഇതിലൊരു ഇതിലും ഒരു ഇതുണ്ടായിരുന്നു. ഇതിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏതിലോ ഒന്നില് സിംഗിൾ ഫില്ലേഴ്സിൽ ഇൻറ്റു അല്ല. അല്ല, ഇതിൽ തന്നെയാണ്. റീഡിംഗ് കംപ്രഷനിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഇൻറ്റു ആണെന്ന് തോന്നുന്നു ഞാൻ കൊടുത്തത്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം. അറിയില്ല. ഓക്കെ. അപ്പൊ പിന്നെ സിനോണിമും ആന്റോണിമും ചോദിച്ചാൽ എക്സ്പ്ലോയിറ്റിന്റെയും എനേബിളിന്റെയും ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്പ്ലോയിറ്റിന്റെ ആന്റോണിം ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. അറിയില്ല. എനേബിളിന്റെ സിനോണിം ആണ് ചോദിച്ചത്. എനേബിളിന്റെ അലോഡ് എന്നാണ് ഞാൻ കൊടുത്തത്. ശരിയാ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അലോ ചെയ്യാന്നാണല്ലോ എനേബിൾ ചെയ്യാന്നുള്ളതിന്റെ അർത്ഥം. സോ അലോഡ് എന്നാണ് ഞാൻ കൊടുത്തത്. അതെനിക്ക് ഓർമ്മയുണ്ട്. എക്സ്പ്ലോയിറ്റ് എന്താണ് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോയിറ്റ് എന്താ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ഇതാണ് റീഡിംഗ് കംപ്രഹെൻഷൻ. എനിക്ക് തോന്നുന്നു 9 എണ്ണം ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഏതോ ഒന്നോ മറ്റോ ഞാൻ വിട്ടിട്ടുണ്ടാവണം. അറിയില്ല. ഇത് നോക്കണ്ട. ഇത് ഞാൻ പറയാം. 1 വിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓർമ്മയില്ല. എറർ സ്പോട്ടിങ് കുഴപ്പമില്ല. എറർ സ്പോട്ടിങ് എന്ന് പറയുമ്പം കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം കറക്റ്റ് സെന്റൻസ് ഏതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻകറക്റ്റ് സെന്റൻസ് ഏതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പറുള്ള ക്വസ്റ്റ്യൻ വായിക്കാണ്ട് വെറുതെ ഓപ്ഷൻസ് മാത്രം നോക്കിയിട്ട് തെറ്റും ശരിയും കണ്ടുപിടിച്ചാണെങ്കിൽ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. കറക്റ്റ് ഏതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്സ്ഡ് ആയിട്ടാണ് ചോദിച്ചത്. കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻകറക്റ്റ് സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തെറ്റുണ്ടാവാം. കാരണം എനിക്ക് നെഗറ്റീവ് വരുന്നത് ഈ ഒരു സെക്ഷൻ ആണ്. സോ അത് നെഗറ്റീവ് ഉണ്ടാവാം. എനിക്ക് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കുറച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കഴിയുമ്പോൾ നമുക്കിത് ശരിയല്ലാന്ന് തോന്നുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു റെസ്പോട്ടിങ്ങിൽ. വായിച്ചിട്ടാകുമ്പം ഇതിങ്ങനെ വരില്ലല്ലോ, ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ തെറ്റാണെന്ന് കൊടുത്തിട്ടുണ്ടായത്. ബാക്കി കാണുമ്പോൾ അതായത് ഒരു ഓപ്ഷനെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അപ്പം ഞാൻ അതാണെന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മാർക്കറ്റ് ഫോർ റിവ്യൂ ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എന്താ പറയാ, അറ്റംപ്റ്റ് കുറക്കണ്ട, ഓക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു 80% എബോ എനിക്ക് ഉറപ്പുള്ള ഒരു റെസ്പോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാരാജമ്പിൾസ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പാരാജമ്പിൾസ് ചെയ്യാൻ ലാസ്റ്റ് നോക്കാം എന്ന് വെച്ചിട്ട് ലാസ്റ്റ് എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റും ലാസ്റ്റും നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കിട്ടുമല്ലോ. ആ സീക്വൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഫസ്റ്റും ലാസ്റ്റും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ 2 ക്വസ്റ്റ്യനും മറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഫില്ലേഴ്സ് 5ഉം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. സിംഗിൾ ഫില്ലേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേർഡ് യൂസേജ് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ആൻസർ എന്താ കൊടുത്തതെന്നറിയില്ല. പക്ഷെ വേറെ എന്ന് പറയുന്നത് ഞാൻ ബി അല്ല എന്ന് എനിക്ക് കിട്ടുന്നത്. കാരണം ബിയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ വിയർ ഇല്ലേ, വിയർ ആണ് അവിടെ വേണ്ടത്. അതിന് പകരം വേറെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ ബി അല്ല എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ എ ബി സി ആ തന്നിട്ടുണ്ടായിരുന്ന 3 വാക്കുകൾ. അതിൽ ഏത് സെന്റൻസ് ആണ് 3 സെന്റൻസുകൾ അതിൽ ഏത് സെന്റൻസിലാണ് വേറെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് ഈ വേറാണ് വേണ്ടത്. സോ ബി അല്ല. പിന്നെ അപ്പൊ 2 ഓപ്ഷൻസ് പോകും. ഒന്ന് എ ആൻഡ് ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബി ഓൺലി ബിയോ, ഓൺലി ബിയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബി ആൻഡ് സിയോ. അപ്പൊ ഈ 2 ഓപ്ഷൻസ് പോയി. പിന്നെ ഓൺലി എയും ഓൺലി സിയും മാത്രമേ ഓപ്ഷൻസ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ എയും സിയും രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ എ ആണോ സി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എ ആണെന്ന് തോന്നുന്നു ഞാൻ കൊടുത്തത്. കാരണം ഈ വേറെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യൂട്ടെൻസിൽസിന്റെ കേസിലാണ് വേറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫർണിച്ചേഴ്സ്. നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ കാണാറില്ല. ഞാൻ ഏതോ പരസ്യത്തിലോ മറ്റും കണ്ടാണ് വേർന്ന് നമ്മൾ ഇങ്ങനത്തെയുള്ള സാധനങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്താണ് അർത്ഥം എന്ന്. പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ശരിയാണെന്നാണ്. അങ്ങനെ ഒരു വേറെ യൂസേജ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു യൂട്ടെൻസിൽസിന്റെ അർത്ഥം വരുന്ന ഒരു രീതിയിൽ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ.
ഞാൻ കുറേ ആലോചിച്ചു. ഹാർഡ്‌വെയർ, സോഫ്റ്റ്‌വെയർ വരുന്ന രീതിയിലൊക്കെ കുറേ ആലോചിച്ചു. വെയർഹൗസ് അപ്പൊ അതിലൊക്കെ ഓരോരോ സാധനങ്ങളെ കുറിച്ച് പറയുമ്പം ഞാൻ എവിടെയോ വേറെ യൂട്ടൻസിൽസ് ആണെന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മയില്. സോ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബി അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. സിയും വരില്ലാന്ന് തോന്നുന്നു. സിയും ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. സോ ഈ സിയിൽ ഞാൻ എ ആന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എനിവേ അത് പോട്ടെ. പിന്നെ മിസ്പെൽറ്റ് സിമ്പിൾ ആയിരുന്നു. പെട്ടെന്ന് കിട്ടുന്ന ഇപ്പൊ ടുഗെദർ എന്നുള്ളതിനെ ടുഗദർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മിസ്പെൽറ്റ് ആണ്. പിന്നെ ഏതായിരുന്നു? പിന്നെ ഒരു പെയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പെയിലാണോ അതോ PALE ആണോ വേണ്ടേന്നുള്ളൊരു സംശയം. ഞാൻ ഇത് റോങ് ഇതാണ് ഞാൻ മിസ്പെൽറ്റ് കൊടുത്തത്. ഇത് ഞാൻ ഇതാണല്ലോ വേണ്ടേന്നുള്ള രീതിയിൽ. ഇത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു പെയിലും ഈ പെയിലല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിപ്പം ഫ്രഷ് ആയിട്ട് നിങ്ങളോടാ വന്നിട്ട് പറയുന്നത്. ഇനി വേണം ഗൂഗിൾ ചെയ്ത് നോക്കാൻ. ഇപ്പൊ എത്ര ശരിയുണ്ട് തെറ്റുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഏതാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതാണെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. നോ ഐഡിയ. പിന്നെ മാച്ച് ദ കോളം. മാച്ച് ദ കോളം സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. മാച്ച് ദ കോളം 3ഉം കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് ആൻസേർഡ് എന്ന് കണ്ടത് 21 മാർക്ക്ഡ് ഫോർ റിവ്യൂ 8 നോട്ട് ആൻസേർഡ് 1 എന്നാണ് കണ്ടത്. അപ്പൊ 29 അല്ലേ അറ്റംപ്റ്റഡ്? ഇതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഞാൻ ലാസ്റ്റ് ചോദിക്കാം നിങ്ങളോട്. 21 ആൻസേർഡിൽ കണ്ടത്. മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണ് 8 നോട്ട് ആൻസേർഡ് 1 ആണ്. അപ്പൊ ടോട്ടൽ അറ്റംപ്റ്റ് 29 അല്ലേ? 21ൽ ഈ 8 പെടുവോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ 29 അറ്റംപ്റ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് പെട്ടെങ്കിൽ 21 അറ്റംപ്റ്റേ ഉള്ളൂ. പക്ഷെ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് 21 അല്ല 29 അറ്റംപ്റ്റ് ആണ് പോയിട്ടുള്ളത്. ഒന്ന് എനിക്ക് തോന്നുന്നു റീഡിംഗ് കംപ്രഹെൻഷനോ റെസ്പോർട്ടിങ്ങോ ഏതോ ഒന്നാണ്. എനിക്ക് തോന്നുന്നു റീഡിംഗ് കംപ്രഹെൻഷൻ ആണെന്ന് തോന്നുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് ഒന്ന്. റെസ്പോർട്ടിങ് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ അറ്റംപ്റ്റ് ഉണ്ട്. പക്ഷെ പാരാജമ്പിൾസും 2-3 അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് കൺഫ്യൂഷൻ. അത്രയും ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സോ അത് നമുക്ക് നോക്കാം. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അറ്റംപ്റ്റ് ഞാൻ ലാസ്റ്റ് ചെയ്യാം. ഇത്രയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി മൂന്നാമത്തെ സെക്ഷൻ റീസണിങ്. റീസണിങ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് റീസണിങ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ റീസണിങ്ങില് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഫ്ലോർ ആൻഡ് ഫ്ലാറ്റ് ബേസ്ഡ് പസിനാണ് ഫസ്റ്റ് എനിക്ക് വന്നത്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്ലോർ ആൻഡ് ഫ്ലാറ്റ് ബേസ്ഡും പാരലൽ ലൈൻസ് വരുന്ന ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ബുദ്ധിമുട്ടാണ്, ഞാനത് ഫസ്റ്റ് ചെയ്യാൻ പോവാറില്ല, ലാസ്റ്റ് ആണ് അറ്റംപ്റ്റ് ചെയ്യുക. സോ ഇത് ഞാൻ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് ഇരിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഇത് ഞാൻ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് വെച്ചു. ഇത് ഞാൻ ലാസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തു. ലാസ്റ്റ് 3 മിനിറ്റ് സമയം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ 3 മിനിറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ഫ്ലോർ ആൻഡ് ഫ്ലാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതായത് ഒരു 2 കേസാണ് വരിക. 2 കേസിൽ രണ്ടാമത്തെ കേസ് തെറ്റായിട്ട് പോകും. ഫസ്റ്റ് കേസ് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ. പകുതിക്ക് എത്തുമ്പോൾ തന്നെ ഒരു ഇത് തെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു കേസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകും, ഒരു കേസ് മാത്രം കിട്ടും. സോ അത്യാവശ്യം 3 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അത് കിട്ടിയിട്ടുണ്ടായിരുന്നു 5 ക്വസ്റ്റ്യൻ. പിന്നെ സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റും കുഴപ്പമില്ല. ഇതും 2 കേസ് വരും. കാരണം അവിടെ ചോദിച്ചിരുന്ന ബി എന്ന് പറയുന്നത് സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ മിഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഉള്ളിലേക്കും കോർണറിൽ ഇരിക്കുന്ന ആൾക്കാർ പുറത്തേക്കുമാണ് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബി ഫസ്റ്റ് സെന്റൻസ് തന്നെ ബി മിഡിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബിന്റെയും ഡിന്റെയും ഇടയിൽ 2 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. സോ എയ്തർ സൈഡാണ്, റൈറ്റ് സൈഡ് ആണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആണെന്നും പറയുന്നില്ല, എയ്തർ സൈഡ് എന്നാ പറഞ്ഞു. അപ്പൊ 2 കേസ് നമുക്ക് അവിടെ വന്നു. അപ്പൊ ഈ ഡി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാണ് കിട്ടുക. ഈ കേസ് തെറ്റാണ്. അപ്പൊ ഡി വരേണ്ടത് ഇവിടെയാണ് ഡി വരാം. ഓക്കെ. അപ്പോൾ ഈ കേസ് ഇങ്ങനെയാണ് വരാം. ഈ കേസാണ് ശരിയായിട്ട് വന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് ആ ഒരു സമയം കുറച്ച് അവിടെ പോയത് ഫസ്റ്റ് സീക്വൻസ് ഇവിടെ ആയിരിക്കും ഡി വരെ എന്ന് വെച്ച് ചെയ്തു. പക്ഷെ അത് തെറ്റെന്ന് കിട്ടും. പിന്നെ വീണ്ടും ഇത് വരച്ച് ഇത് ചെയ്യുമ്പോഴാണ് ശരി കിട്ടുക. സോ 5 ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. പിന്നെ സീക്വൻസ് പസിൽ ഉണ്ടായിരുന്നു 8 പേഴ്സൺസിന്റെ. അത് 8 പേര് സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പം ആദ്യം വാങ്ങിയ ആൾ ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വാങ്ങിയ സീക്വൻസ് പസിൽ ഹൈറ്റും ടോളറും അല്ല, എന്താണ് സാധനം വാങ്ങാൻ പോയ ആൾക്കാരാണ്. ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളാണ് ചോദിച്ചത്. ഈസി ആയിരുന്നു. ഓക്കെ. ഒരു 2-3 കേസ് ഒന്നും വരുന്നില്ല, ഒറ്റ കേസിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതും ഓക്കെ ആണ്. പിന്നെയുള്ളത് അൺലോൺ ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ഫേസിംഗ് നോർത്ത് ആണ്. അതിൽ പറയുന്നുണ്ട് 13 ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർ ആ ലീനിയർ ലോയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അൺനോൺ ആണ്, എത്രയുണ്ട് നമുക്ക് പറയുന്നില്ല. പക്ഷെ 13 ആയിരിക്കണം മാക്സിമം, 13ന്റെ അപ്പുറം പോവില്ല എന്നുള്ളൊരു ഐഡിയ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 13 കിട്ടുന്നുള്ളൂ. കറക്റ്റ് ആ ഒരു ലീനിയർ റോളിൽ 13 ആൾക്കാരെ കിട്ടുന്നുണ്ട്.
ഓക്കെ. അതും വലിയ കുഴപ്പമില്ലാണ്ട് അത്രയും കേസൊന്നും വരുന്നില്ല. ഒറ്റ കേസിൽ തന്നെ 13 തന്നെ വരുന്നുണ്ട്. അപ്പൊ 2 കേസുമ്പോ 13ൽ കൂടുതൽ പോകുന്നില്ല. 13 തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് കുഴപ്പമില്ല. സോ ഇതും 3 ക്വസ്റ്റ്യൻ ഓക്കെയാണ്. പിന്നെ ഇനീക്വാളിറ്റി കുഴപ്പമില്ല. സിമ്പിൾ ഇനീക്വാളിറ്റി ആണ് ചോദിച്ചത്. ഡയറക്ഷൻ ഒട്ടും കുഴപ്പമില്ല. ഡയറക്ഷൻ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഡയറക്ഷൻ എവിടെയാ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടും. ഇവിടെ ഓയും പിയും വന്നു. ഒ മുതൽ ഇവിടം വരെ 7 ആണെന്ന് കിട്ടും. ബാക്കി 5 ആണെന്ന് കിട്ടും. ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടെ എച്ചോ മറ്റാണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ പറയാണ്. എനിക്ക് ഓർമ്മയില്ല. ഇവിടെ എച്ചോ മറ്റാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോറി എച്ച് അല്ല. ഇവിടെ വേറെന്തോ ആണ്. ലെറ്റ് ഇറ്റ് ബി എക്സ്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എച്ച് എന്ന് പറയുന്നത് ഓന്റെയും പിന്റെയും മിഡ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ ജെ ആണ് തോന്നുന്നു കേട്ടോ. ജെ ആണ്. ഓക്കെ. ഒയും പിയും എച്ചിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ജെന്റെ എത്ര ജെന്റെ അടുത്ത് നിന്ന് ഡയറക്ഷൻ എത്രയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ ജെ ഇവിടെയാണെന്ന് തോന്നുന്നു. പി കുറച്ച് മുകളിലാണ്. ജെ പിന്റെ താഴെയാണ് വരാ. ആൻഡ് ഇങ്ങനെ നോക്കുമ്പം നമുക്ക് കാണുന്നത് ഇവിടെ 5 ആണ്. ഇവിടെ 7 ആണ്. അപ്പൊ പെട്ടെന്ന് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എടുത്ത മിഡ് പോയിന്റ് തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് 7 വരെ പോയി പിന്നെയാണ് 5 വരെ പോകുക. അതായത് 12 മീറ്റർ എന്ന് പറയും. ജെ വരെ 7 ആണ്. ഇവിടെയും 7 ആണ്. ഇവിടെയും 7 ആണ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത്. ഒന്നും കൂടി മാറ്റി വരക്കേണ്ടി വരുവാ. ഇല്ല തോന്നുന്നു. ഓക്കെ. അതായത് ജെ ഇവിടുന്ന് ഇവിടത്തേക്ക് 7 ആണ്. ഓന്ന് ഇവിടത്തേക്കും 7 ആണ്. എന്ന് വെച്ചാൽ ഇവർ രണ്ടാളും ഒരു ലീനിയർ റോയിലാണ് ഉള്ളത്. ലീനിയർ ആയിട്ടാണുള്ളത്. ആൻഡ് പി ഇവിടുന്ന് പിയിലേക്ക് 5 ഉണ്ട്. സോ നമ്മളോട് പറയാണ് ഒയും പിന്റെയും മിഡിലാണ് എക്സാക്ട്ലി മിഡിലാണ് എച്ച് എങ്കിൽ അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തെടുക്കുന്ന പറയോ ഇവിടെ എച്ച് എടുത്ത് പോവും. ഞാൻ ആദ്യം ചെയ്തത് ഇവിടെ എച്ച് എടുത്തു. പക്ഷെ ഇത് മിഡ് പോയിന്റ് അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം ജെന്റെ എച്ച് ജെയിൽ നിന്ന് ഏത് ഡയറക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ? വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ? പക്ഷെ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇല്ല. ഈസ്റ്റ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഉണ്ട്, സൗത്ത് വെസ്റ്റ് ഉണ്ട്, നോർത്ത് ഈസ്റ്റോ മറ്റും ഉണ്ട്. പക്ഷെ വെസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വരച്ച് തെറ്റി. അപ്പൊ ഞാൻ ഒന്നും കൂടി വരച്ചത് ശരിയാണോ എന്നുള്ള രീതിയിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ പോയി നോക്കി. അപ്പം ഫിഗർ തെറ്റില്ല. ഇതേ ഫിഗർ തന്നെയാണ് വരാ. പിന്നെ എവിടെയാണ് തെറ്റിയത് നോക്കുമ്പോഴാണ് എനിക്ക് കത്തിയത്. എച്ച് എന്ന് പറയുന്നത് ഓന്റെയും പിന്റെയും മിഡ് പോയിന്റ് ആണെന്നാണ് പറയുന്നത്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലല്ലോ വരാ. 5 ഇവിടെ 12 ആണ്. ഇത് മൊത്തത്തിൽ 12 ആണ്. 12ന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 6 അല്ലേ? അപ്പൊ ഇവിടെ അല്ലേ വരാ. ഇവിടെ അല്ലേ 6 വരാ. എന്ന് വെച്ചാൽ ജെന്റെ തൊട്ട് താഴെയല്ലേ വരാ. അപ്പൊ ഇത് എത്രയാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ് വരാ. സോ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ് വരാ. അപ്പൊ അത് ഓപ്ഷനിലുണ്ട്. അപ്പൊ ആ ഒരു തെറ്റ്, ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയോണ്ട് കുഴപ്പമില്ല. സമയം പോയില്ല. ഓക്കെ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരും. പെട്ടെന്ന് ഇങ്ങനെയാണ് ചെയ്തെങ്കിൽ പെട്ടെന്ന് അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. ആൽഫ ന്യൂമറിക് സീരീസ് കുഴപ്പമുണ്ടായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ആ സമയത്ത് പറഞ്ഞ പോലെ ഒരു അമളി പറ്റിയെന്ന് പറഞ്ഞത്. നമ്മള് എക്സാമിന്റെ എന്താ പറയാ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പം ഹിന്ദി സെലക്ട് ചെയ്യാം, മലയാളം സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇംഗ്ലീഷ് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ലാംഗ്വേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഹിന്ദി സെലക്ട് ചെയ്യാം, മലയാളം സെലക്ട് ചെയ്യാം. ഞാനിവിടെ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം ഓപ്ഷൻ ഇതുവരെ ടെക്സ്റ്റ് ബുക്കിലോ പ്രാക്ടീസ് ബുക്കിലോ ഒന്നിലും വന്നിട്ടില്ല. സോ നമ്മൾ ഹിന്ദി തന്നെയാണ് അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്യുമ്പോൾ ഹിന്ദി തന്നെയാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ എക്സാമിന് ഇപ്പൊ SBI ക്ലർക്ക് എക്സാം എഴുതിയപ്പോഴും ഇപ്പൊ IBPS ക്ലർക്ക് എഴുതിയപ്പോഴും ഞാൻ ഓപ്റ്റ് ചെയ്തത് മലയാളമാണ് ഓപ്റ്റ് ചെയ്തത്. കാരണം പെട്ടെന്ന് ഹിന്ദി കൊണ്ട് നമുക്ക് ഒരു ഉപയോഗമില്ല. ഹിന്ദി വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ മലയാളമെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്തെങ്കിലും വായിച്ച് എവിടെയെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് മലയാളം വായിക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ മലയാളം അറ്റംപ്റ്റ് ചെയ്തത്. എനിക്കത് SBI ക്ലർക്ക് എഴുതുമ്പോൾ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. സ്പേസിന്റെ കാര്യത്തിലൊന്നും എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. സോ ഞാനത് അങ്ങനെ എഴുതി കൊടുത്തു. പക്ഷേ അതുകൊണ്ട് എന്നല്ല, ഏത് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് 2 ലാംഗ്വേജിലാണല്ലോ ക്വസ്റ്റ്യൻ കാണിക്കുക. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആൽഫ ന്യൂമറിക് സീരീസിൽ തന്ന ആൽഫ ന്യൂമറിക് പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പൊ H 9 ഇങ്ങനെ എന്തെല്ലോ ആണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് എനിക്ക് എത്രയാ പിയോ അങ്ങനെ എന്തോ മാത്രമേ കാണുന്നുള്ളൂ. ഇത്ര വരെ കാണുന്നുള്ളൂ. പക്ഷെ മലയാളത്തില് H9 ഇതേ സെയിം സീക്വൻസ് ലാസ്റ്റ് ഒരു 3 കൂടി കാണും. പക്ഷെ ആ 3 പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ കാണൂല. ഈ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യനിൽ അവിടെ നമുക്ക് കാണുന്നില്ല. ഇവിടെ വേറെ ഏതോ ഒരു ഇതാണ്. ഇവിടെ 3 ഇല്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് സ്ക്രോൾ ചെയ്യാനുണ്ട്. അപ്പൊ സ്ക്രോൾ ചെയ്താൽ മാത്രമേ ഈ 3 നമുക്ക് വിസിബിൾ ആയിട്ട് കാണൂ. ഇവിടെ 3 ഉണ്ട്. പക്ഷെ അത് സ്ക്രോൾ ചെയ്താൽ മാത്രമേ കാണൂ. പക്ഷെ മലയാളത്തിൽ അത് കാണുന്നുണ്ട്. അപ്പൊ സ്ക്രോൾ ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് സ്ക്രോൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരാൾക്ക് ഈ 3 ഇവിടെ കണ്ടില്ല. സോ ഓഡ് നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ആൽഫ ന്യൂമറിക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഓഡിന്റെ
ഓഡിന്റെ ഒരു ഓഡ് നമ്പറിനെ ഫോളോ ചെയ്യുന്ന കൺസോണന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓഡ് കൺസോണന്റ് വരുന്ന രീതിയിൽ ഉള്ള എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്ററിന്റെ അപ്പുറം ഇപ്പുറം 4-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് വന്നിട്ടുള്ള സീക്വൻസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 ഇംഗ്ലീഷിൽ ഈ 3 കാണാത്തതുകൊണ്ട് നമ്മൾ ഇപ്പറില്ലേനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ മലയാളത്തിൽ നോക്കുമ്പോൾ ആ 3 കാണുന്നുണ്ട്. അപ്പൊ ആ സീക്വൻസ് കണ്ടുപിടിക്കാൻ വന്നപ്പോഴൊന്നും ആ ക്വസ്റ്റ്യൻ തെറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ 15th എലമെന്റിന്റെ 15th എലമെന്റ് ലെഫ്റ്റിന്റെ തേർഡ് ലെറ്റർ റൈറ്റ് എന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ആണെങ്കിൽ ഓഡ് നമ്പേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മാത്രമേ നോക്കിയിട്ടുള്ളൂ എങ്കിൽ ഈ 3 അവിടെ വിസിബിൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് അവിടെ 3 ഉണ്ടായിരുന്നു. അത് മലയാളം നോക്കുമ്പോൾ അതിൽ സ്ക്രോൾ ചെയ്യാണ്ട് തന്നെ കാണുന്നുണ്ട്. ആ സ്ക്രോൾ ചെയ്യാണ്ട് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഇവിടെ 3 ഉണ്ട്, സ്ക്രോൾ ചെയ്താലേ കാണൂ എന്നുള്ളൊരു ഐഡിയ. അപ്പൊ ഇത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞുതരാണ്. അവിടെ ഒരു 3 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ചില ആൾ കണ്ടിട്ട്, എനിക്കറിയില്ല എല്ലാവരും കണ്ടിട്ടുണ്ടോ, ഇനി എന്റെ മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് മാത്രം വന്ന മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. പെട്ടെന്ന് സ്ക്രോൾ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ സ്ക്രോൾ ചെയ്യാണ്ട് ചെയ്തപ്പം, പക്ഷെ അവിടെ ഒരു പിന്നെയാണ് മലയാളത്തിൽ അവിടെ 3 കണ്ടത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കുഴപ്പം ആ ഒരു എക്സാം പാറ്റേണിൽ വന്നത്, അതൊരു ഒരു അവരുടെ ഇന്റർഫേസിന്റെ പ്രശ്നമാണ്. സോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇനി എഴുതാൻ പോകുന്നവരും അതേപോലെ സ്ക്രോളിങ്ങും എല്ലാ ആൽഫാന്യൂമെറിക് സീരീസ് വന്നു കഴിഞ്ഞാൽ അറ്റം വരെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പറ്റണ 5 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നു. 5ഉം ചെയ്തിട്ടുണ്ടായിരുന്നു. മിസലേനിയസ് 3 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായത്. ഒന്ന് നമ്പർ പെയറിംഗ് ആണ്. ഒരു നമ്പർ തന്നിട്ട് അതിന്റെ നമ്പർ പെയറിംഗ് ഉണ്ടായിരുന്നു. 2ഓ 4ഓ മറ്റാണ് തന്നേന്ന് തോന്നുന്നു, ഓർമ്മയില്ല. പിന്നെ ഒരു ആൽഫബറ്റ് ബേസ്ഡ് പ്രോസ്പെക്ട് എന്നുള്ള വാക്ക് തന്നിട്ട് അതിന്റെ ഈ പ്രോസ്പെക്ട് എന്നുള്ള വാക്ക് തന്നിട്ട് അതിൽ നിന്ന് ഉണ്ടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഓന്റെ റൈറ്റിലേക്കുള്ള ലെറ്റേഴ്സിനെ ഓന്റെ റൈറ്റിലേക്കുള്ള ലെറ്റേഴ്സിന്റെ നെക്സ്റ്റ് ലെറ്റർ എഴുതണം. നെക്സ്റ്റ് ലെറ്റർ എഴുതിയിട്ട് അതിനെ ആൽഫാന്യൂമറിക്, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡിക്ഷണറി ബേസ്ഡ് ആയിട്ട് എഴുതണം. അതായത് ആരാണോ ആദ്യം വരാ, സി അല്ലേ ആദ്യം വരാം, അങ്ങനെ സി അല്ല, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലെറ്ററിലേക്ക് മാറ്റിയിട്ട് അതിനെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്തിട്ട് റൈറ്റിൽ നിന്ന് 5ാമത്തെ നമ്പറോ ലെറ്ററോ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ചോദ്യം അല്ല, പെയറിംഗ് അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി നിൽക്കുന്നു. ഓന്റെ റൈറ്റിലേക്കുള്ള ലെറ്റേഴ്സിന്റെ നെക്സ്റ്റ് ലെറ്ററിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിന് ഇതിനൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. റിമെയിൻസ് അൺചേഞ്ച്ഡ്. ആൻഡ് ഇവരെ നമ്മൾ നെക്സ്റ്റ് ലെറ്ററിലേക്ക് മാറ്റിയിട്ട് എല്ലാത്തിനെയും നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു, ആൽഫബറ്റിക്കൽ സീക്വൻസ് ആയിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് നിന്ന് 5ാമത്തതോ ഏതാണെന്നാണ് ചോദിക്കാം. അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡയറക്റ്റ് അല്ലായിരുന്നു. ഓക്കെ, പിന്നെ മീനിങ് വേർഡ് ഇതായിരുന്നു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. INOC ഇതാണ് ലെറ്റർ വരാം. അതില് എനിക്ക് ആദ്യം ഐക്കൺ എന്നുള്ള വാക്ക് കിട്ടി. ഐക്കൺ എന്ന് പറയുന്ന ഒരു വാക്കാണല്ലോ എന്നാണ്, പക്ഷെ ആരും അത് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഇത് ഇപ്പൊ അഡേന്റെ ആയാലും ഏതൊരു ഫേസ് ക്ലൗഡിന്റെ ആയാലും അവരുടെയൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വന്ന അനാലിസിസ് പ്രകാരം അവര് ഐക്കൺ കൊടുത്തിട്ടില്ല, കോയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഐക്കൺ എന്ന് പറയുന്ന വാക്കിന് ഇല്ലേ, ഐക്കൺ എന്ന് പറയുന്ന ഒരു മീനിങ് വേർഡ് അല്ലേ എന്നുള്ളത് എനിക്ക് സംശയം വന്നിട്ടുണ്ട്. അവർ കോയിൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഐക്കണും കോയിനും ആണ് എനിക്ക് കിട്ടിയത്. സോ ഞാൻ Z ആണ് ആൻസർ, അതായത് മോർ ദാൻ 1 വേർഡ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ Z ആണ് ആൻസർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. സോ ഞാൻ Z ആണ് കൊടുത്തത്. ഇനിയിപ്പോൾ ഐക്കൺ കൂട്ടൂലേ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സിലോജിസം ഉണ്ടായിരുന്നു. ഓക്കെ, സിലോജിസം 3 ഉണ്ടായിരുന്നു. സിലോജിസം സിമ്പിൾ ആയിരുന്നു, കുഴപ്പിക്കുന്ന സിലോജിസംസ് ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് സിലോജിസം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓൺലി കൺക്ലൂഷൻ 1 കറക്റ്റ്, പിന്നെ കൺക്ലൂഷൻ 2 കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്തർ 1 or 2 വന്നിട്ടുണ്ടായിരുന്നു. 3 എണ്ണത്തിന് 3 ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ ഇനി അറ്റംപ്റ്റ് ഇത്രയാണ് എക്സാം ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ റീസണിങ് 35 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 35 out of 35. എനിക്ക് 50 സെക്കൻഡ് ലാസ്റ്റ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 50 സെക്കൻഡ് ബാക്കിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും സെക്കൻഡ്സിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റോളത്തോളം ബാക്കി സമയം ഉണ്ടായിരുന്നു.
അത് ഞാൻ ലാസ്റ്റ് ആ ഫ്ലോർ ബേസ്ഡ് ആണ് ചെയ്തത്. 3 മിനിറ്റ് ബാക്കി വന്നു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 3 മിനിറ്റ് ബാക്കി വന്നു. അപ്പൊ ഞാൻ ഫ്ലോർ ബേസ്ഡ് ചെയ്യാൻ വേണ്ടി പോയി. കിട്ടൂലാന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പൊ ഞാൻ വേഗം പെട്ടെന്ന് തന്നെ ആൻസർ കൊടുത്തു. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ലാണ്ട് റീസണിങ് നല്ല റീസണിങ് ആയിരുന്നു. കുഴപ്പമില്ല, ഈസി ആയിരുന്നു. സോ 35 അറ്റംപ്റ്റും കൊടുത്തിട്ടുണ്ട്. തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പം ഇതുവരെ വിചാരിച്ചിടത്തോളം തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. അയക്കേണ്ട കേസ് ഉണ്ട്. അയക്കേണ്ട കേസ് എന്തായെന്ന് അറിയില്ല. ഓക്കെ, അപ്പം മൊത്തം അറ്റംപ്റ്റ് കൊടുത്തത്, ടോട്ടൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി 21, ഇംഗ്ലീഷ് 29, റീസണിങ് 35, ടോട്ടൽ 85 അറ്റംപ്റ്റ് ആണ് കൊടുത്തത്. ഇനി എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ അറ്റംപ്റ്റ് എത്രയാണെന്നൊന്നും നോക്കാനുള്ളൊരു പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, ചിലപ്പോൾ എത്ര അറ്റംപ്റ്റ് കൊടുത്തു എന്നുള്ള നോക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ന്യൂമറിക്കലി 21 അറ്റംപ്റ്റ് ആണ് കൊടുത്തത്. കാരണം ഞാൻ ഒന്നും ആൻസർ ചെയ്തിട്ട് മാർക്കറ്റ് ഫോർ റിവ്യൂ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നോ മറ്റോ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. എന്നാലും ഒന്നോ മറ്റോ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, 21ഉം, അതായത് ഇതിൽ കാണിക്കാം ആൻസേർഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ടായിട്ടാകുമ്പോൾ ലാസ്റ്റ് വരുന്ന സ്ക്രീനാണ് ഞാൻ കാണിക്കുന്നത്. ആൻസേർഡ് ഉണ്ട്, നോട്ട് ആൻസേർഡ് ഉണ്ട്, പിന്നെ മാർക്കറ്റ് ഫോർ റിവ്യൂ ഉണ്ട്. മാർക്കറ്റ് ഫോർ റിവ്യൂ ആൻഡ് ആൻസേർഡ് എന്നുള്ള കേസാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഫോർ റിവ്യൂ നമ്മൾ മാറ്റിവെക്കാം. ഇങ്ങനെ 3 കേസാണ് ഉണ്ടാവുക. അപ്പൊ ആൻസേർഡിൽ ഫസ്റ്റ് ഹാൻഡ് റിട്ടൺ ഉണ്ടാവും. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ എനിക്ക് ആൻസേർഡ് ഉണ്ടായിരുന്നത് 21 ആണ്. ആൻഡ് നോട്ട് ആൻസേർഡ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മാർക്കറ്റ് ഫോർ റിവ്യൂ 1 എന്നോ മറ്റാണ് ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ബാക്കി എത്രയാ വരാത്ര. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നത് 20 ആൻസേർഡ്, നോട്ട് ആൻസേർഡ് 1 ആണ്. മാർക്കറ്റ് ഫോർ റിവ്യൂ 8 ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ആൻസേർഡ്, മാർക്കറ്റ് ഫോർ റിവ്യൂ ആൻഡ് ആൻസേർഡ് 8 എണ്ണം. ആൻഡ് റീസണിങ് 35, നോട്ട് ആൻസേർഡ് 0, മാർക്കറ്റ് ഫോർ റിവ്യൂ 0. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ SBI PO ആയിക്കോട്ടെ, IBPS PO ആയിക്കോട്ടെ, SBI ക്ലർക്ക് ആയിക്കോട്ടെ, ഇപ്പൊ ഇതായിക്കോട്ടെ, ഞാൻ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് സംശയം വന്നത്, ഇംഗ്ലീഷ് ഞാൻ 20 എണ്ണം അല്ല അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ട്. 20 ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. ഞാൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്, ഒന്നോ മറ്റോ ഞാൻ വിട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം രണ്ടാമതും റീചെക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം മാർക്കറ്റ് ഫോർ റിവ്യൂ ആൻഡ് ആൻസേർഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് വാല്യൂബിൾ ആണല്ലോ, ഇവാലുവേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഈ 8 എണ്ണം ഇതിലെടുക്കണ്ടേ? പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നത്, ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷൻ തന്നെ കിട്ടണ്ടേ? അല്ലേ, കിട്ടണ്ടേ? അപ്പോ ഇതിപ്പോ എത്ര എണ്ണം വരും? 22 എണ്ണമായി. അപ്പൊ 22ഉം 8ഉം 5ഉം, ഇപ്പൊ ഇവിടെ ഒരു 13 എണ്ണം നോട്ട് ആൻസർന്ന് കാണും. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 35 കിട്ടണ്ടേ? ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 30 കിട്ടണം. ഇത് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 35 കിട്ടണം. അപ്പൊ അല്ലേ മൊത്തത്തിലാവാ? അപ്പൊ അല്ലേ മൊത്തം ടേബിൾ കംപ്ലീറ്റ് ആവാ? അപ്പൊ അതെനിക്കൊരു ഡൗട്ട് വന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ അറ്റംപ്റ്റ് കൊടുത്തത് ഈ രീതിയിലാണ് ഞാൻ അറ്റംപ്റ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോ ഇത് തന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പം ഞാൻ കണ്ടതേ ഉള്ളൂ. ഇതിപ്പോ ശരിയാണോ എന്ന് എനിക്ക് ഒരു ഒത്തും പിടിയില്ല. അങ്ങനെയാണെങ്കിൽ 76 അല്ല, 76 എബോ അറ്റംപ്റ്റ് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. 85 ആണോ എന്ന് ഇപ്പൊ എനിക്ക് ഡൗട്ടാണ്. പക്ഷെ 76 എബോ അറ്റംപ്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ, അപ്പൊ ഇത് മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടി, ഇതും കൂടി എടുക്കണം എന്നുള്ളത് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. സോ അപ്പൊ ഇനിയുള്ളത് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. കാരണം ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ടോട്ടൽ കിട്ടണമെങ്കിൽ എന്തായാലും ഒബ്വിയസ്ലി ഇതില് ഈ ആൻസേർഡില് ഈ മാർക്കറ്റ് ഫോർ റിവ്യൂ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ടോട്ടൽ അറ്റംപ്റ്റ് കൂട്ടുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം എന്നാണല്ലോ ഉദ്ദേശിച്ചത്. എനിവേ പോട്ടെ, പറഞ്ഞ് ഞാൻ നിങ്ങളെയും കൂടി കൺഫ്യൂഷൻ ആക്കുന്നില്ല. അത് ഇറ്റ്സ് ഓക്കെ, അത് എന്തെങ്കിലും ആവട്ടെ. ഇപ്പം എനിക്ക് തോന്നുന്നു കട്ട് ഓഫ്, ഇനിയിപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം അടുത്ത ഷിഫ്റ്റ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അടുത്ത എക്സാം ഉണ്ടോ, എപ്പോഴാണ് അടുത്ത എക്സാം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. അപ്പൊ ഇന്നത്തെ മൊത്തം ഷിഫ്റ്റ് വെച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഞാനൊന്ന് അനലൈസ് ചെയ്യട്ടെ. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അല്ല, സേഫ് അറ്റംപ്റ്റ്സ് എത്രയാണെന്നൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം 76+ അറ്റംപ്റ്റ് അല്ലെങ്കിൽ 85 അറ്റംപ്റ്റ് കൊടുത്താൽ, ഞാൻ OBC കാറ്റഗറിയാണ്. സോ കഴിഞ്ഞ വർഷം 81 വരെ കട്ട് ഓഫ് പോയതുകൊണ്ട് ഇപ്രാവശ്യം എന്താവും അറിയില്ല. ഇപ്രാവശ്യം അത്ര ടഫ് പറയാൻ എനിക്ക് അത്രയും ടഫായിട്ട് തോന്നിയിട്ടുമില്ല. സോ കട്ട് ഓഫ് അത്രയും കുറയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. 60
പ്ലസ് അത്രയും ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 75 എബോ അല്ലെങ്കിൽ 70 എബോ എന്തായാലും ഉണ്ടാവും കട്ട് ഓഫ്. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം ഞാൻ പോകുന്നത്. എനിക്കിനി IBPS POന്റെ മെയിൻസ് ആണുള്ളത്. സോ ഇനി 12-ാം തീയതിയാണ് മെയിൻസ്. അപ്പം ഇനി മെയിൻസിനുള്ള പ്രിപ്പറേഷനാണ്. ഇനിയിപ്പം ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. മെയിൻസിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് 12-ാം തീയതി മെയിൻസ് കഴിഞ്ഞിട്ട് ഞാൻ RRBക്ക് വേണ്ടിയിട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് പ്ലസ് ഇതിന്റെ മെയിൻസും കൂടി. ഞാൻ IBPS PO മെയിൻസിനൊന്നും പഠിച്ചിട്ടില്ല. റിസൾട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതിപ്പോൾ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെ പഠിച്ച് തീർക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കിപ്പോഴും ഇല്ല. സോ ഇനിയിപ്പോൾ SBI ക്ലർക്ക് പാസ്സാവോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. IBPS ക്ലർക്കും പാസ്സാവോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ ബോർഡർ ലൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ 10 ദിവസമോ 12 ദിവസമോ മാത്രമേ മെയിൻസിന് വേണ്ടി കിട്ടൂ. അപ്പോൾ വീണ്ടും റിഗ്രറ്റ് അടിക്കാൻ പറ്റൂല. സോ ഇപ്പം മുതലേ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഒരു 1.5 മാസമെങ്കിലും മെയിൻസിന് വേണ്ടി കിട്ടും. പാസ്സായി കഴിഞ്ഞാൽ മെയിൻസിന് കിട്ടി, ഇല്ലെങ്കിൽ അത് RRBക്ക് വേണ്ടി മാറ്റിവെച്ച് RRB ക്ലർക്കിന് വേണ്ടി പഠിച്ച് അല്ലെങ്കിൽ RRB POക്ക് വേണ്ടിയിട്ടും പഠിച്ച് രണ്ടിനും കൂടി പഠിച്ച് രണ്ടിന്റെ മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉപകരിക്കും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. സോ നിങ്ങളും അങ്ങനെ ചെയ്യുക. അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ട്, ആക്യുറസി ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. അത് ആരും ഇനി പറഞ്ഞുതരാൻ നിൽക്കണ്ട. ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാം എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാനിപ്പം IBPS PO മെയിൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് SBI ക്ലർക്കോ IBPS ക്ലർക്കോ പാസ്സായിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഇരുത്തം ഇരിക്കരുത്. സോ അങ്ങനെ ഒരു റിഗ്രഷനേ ഉണ്ടാവരുത്. നിങ്ങൾ പഠിക്കാതെ ഏതെങ്കിലും ഒരു മെയിൻസിന് നിങ്ങൾക്കത് ഉപകരിക്കും. അത്ര എനിക്ക് പറയാം. ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഇനി RRB ഉണ്ട്. RRB ക്ലർക്കോ അതെന്തായാലും ക്ലർക്കോ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മെയിൻസിന് ഇത് ഉപകരിക്കും. അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് മാറില്ല. ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. സോ റിസൾട്ട് വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കൊന്നും വേണ്ട, പഠിക്കാൻ തുടങ്ങുക. ഞാനും എൻ്റെ സ്ട്രാറ്റജീസും പ്രിപ്പറേഷൻസും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ഇനി പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഷിഫ്റ്റും നിങ്ങളുടെ അറ്റംപ്റ്റ്സും നിങ്ങൾ എക്സാം കഴിഞ്ഞവരാണോ ഇനി ഉള്ളവരാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ അറ്റംപ്റ്റ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.